ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് സിംപ്ലി മൈ പാഷൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൽ നമ്മൾ ബ്രെഡ്, ജാം, പിന്നെ പഴം, ഫ്രഷ് ക്രീം ഇതിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആൻഡ് ഈസി പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ആവശ്യമുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സൈഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിന് അളവൊന്നുമില്ല, നിങ്ങൾ പുഡിംഗ് ട്രേയിൽ കൊള്ളുന്ന അത്രയും ബ്രെഡാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഓരോന്നിലുമായിട്ട് മിക്സ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കുക. മിക്സ് ഫ്രൂട്ട് ജാമാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു പുഡിങ്ങിന്, അതുകൊണ്ട് അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്ലൈസ് ബ്രെഡിലും നല്ല കംപ്ലീറ്റ് ആയിട്ട് തന്നെ ജാം പരട്ടി കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രേയിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്യാപ്പും ഇല്ലാതെ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾ ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ കഴിയുന്നതും ഫ്രഷ് ബ്രെഡ് യൂസ് ചെയ്യുക കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള പഴയ ബ്രെഡ് ആണെങ്കിൽ നമ്മൾ ബേസ് ഹാർഡായി പോകും. അപ്പോൾ പുഡിങ് കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മേലെ നമ്മൾ പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ജസ്റ്റ് ആ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലോണം ഒഴിക്കണ്ട, ജസ്റ്റ് ബ്രെഡ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത ലെയർ കൊടുക്കുന്നത് ചെറിയ പഴമാണ്. അപ്പോൾ ചെറിയ പഴം ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിനും അളവൊന്നുമില്ല, നമുക്ക് ആ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് വേണ്ടത് അത്രയും ചെറിയ പഴം യൂസ് ചെയ്യുക. അപ്പോൾ സ്പൈസ് ഒന്നും വിടാതെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള പഴം വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫൈനൽ ലെയർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 400 ml ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 100 ഗ്രാം വിപ്പിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വിപ്പിംഗ് പൗഡറിൻ്റെ പാക്കറ്റ് നമുക്ക് കിട്ടും, അത് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. അപ്പം മധുരത്തിന് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വരെ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊരു 2 മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഫൈനൽ ലെയറും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇതിൻ്റെ മേലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് വരെ ഒന്ന് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്, ആ ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നത്. കൂടുതൽ വെക്കരുത്, പിന്നെ അത് പെട്ടെന്ന് സെറ്റായി പോവും. അപ്പോൾ നമ്മൾ നേരത്തെ 3rd ലെയർ ചെയ്തിട്ടുള്ള ക്രീം കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ജാം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മളിങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കിയെടുക്കണം. എന്നിട്ട് അതൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കൈവച്ചോ ഇതുപോലെ ഒന്നിങ്ങനെ ചൊറച്ചു കൊടുക്കുക. ഇങ്ങനെ ചൊറച്ചു കൊടുക്കുമ്പോൾ അതൊരു ഡിസൈനായിട്ട് വന്നോളും. സിമ്പിൾ ഡിസൈനാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻ, എന്നാൽ കാണാൻ അത്യാവശ്യം ലുക്കും ഉണ്ടാവും. ഇതുപോലെ ഡിസൈൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാൻ, ഡിസൈൻ വേണ്ടാന്നില്ലെങ്കിൽ ഡിസൈൻ ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇത് ഡിസൈനൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പം മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കാം, എന്നാലേ അത് കറക്റ്റ് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് കഴിക്കേണ്ടത് എന്നാണ് അതിൻ്റെ തലേന്നൊക്കെ ഇത് ഉണ്ടാക്കി വെക്കലാണ് നല്ലത്. പിറ്റേന്നേക്ക് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, നല്ല കറക്റ്റ് സെറ്റിങ്ങിൽ കിട്ടുക. അപ്പോൾ നമ്മളെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ, പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സും ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.